പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അതാരാ അന്വേഷിക്കേണ്ടത്? അവരാണ് വിഷയം. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് CBI ആണ്. അപ്പോൾ CBIയും EDയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. കേന്ദ്ര സർക്കാർ ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കും. അത് തന്നെ ഇവർ തമ്മിലുള്ള ഏർപ്പാടിൻ്റെ ഭാഗമാണ്. ഇത് CBIയോ EDയോ അന്വേഷിക്കേണ്ട കേസാണെന്നും കമ്പനീസ് ആക്ടിൻ്റെ വയലേഷൻ 447, 448, 188 വകുപ്പുകളുടെ ലംഘനമാണെന്നും കൃത്യമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറയുന്നു. അത് അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അവർ ശുപാർശ ചെയ്യുന്നു. അത് CBIയെ കൊണ്ടും EDയെ കൊണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തെ കൊണ്ട് അത് അന്വേഷിപ്പിക്കുന്നത് സംഘപരിവാർ നേതൃത്വവും CPM നേതൃത്വവും പിണറായി വിജയനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കാൻ. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഫൈൻഡിങ് ഉള്ളതുകൊണ്ട് അഴിമതി നിരോധന നിയമത്തിൻ്റെയും കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിൻ്റെയും പരിധിയിൽ വരുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത്. ആ ഏജൻസികളെയും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അല്ല, ഇത് അന്വേഷിക്കേണ്ട ഏജൻസി 2 ഏജൻസിക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഒന്ന് CBIക്ക്, കാരണം കേരളത്തിലെ വിജിലൻസ് അന്വേഷിച്ചാൽ പോരല്ലോ. ഇത് ഇൻ്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻസ് ഉള്ള കേസാണ്. 2 സംസ്ഥാനങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ CBIക്ക് അന്വേഷിക്കാൻ പറ്റും. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരുന്ന വയലേഷൻ, കറപ്ഷൻ നടന്നിട്ടുണ്ടെന്നാണ് ഫൈൻഡ്. അപ്പോൾ CBIക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. കർണാടക പോലീസിനോ കേരള പോലീസിനോ കർണാടക വിജിലൻസിനോ കേരള വിജിലൻസിനോ അവരുടെ ജൂറിസ്ഡിക്ഷനിൽ വരില്ല. അപ്പോൾ CBI ആണ്. മണി ലോണ്ടറിങ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചുള്ള വയലേഷൻ അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ്. അത് രണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് എന്താ ഇത് അന്വേഷിക്കാൻ? അതിനേക്കാളും പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അല്ലേ? മന്ത്രാലയത്തേക്കാൾ പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് ROC, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അല്ല, ഇതിനകത്ത് ഇപ്പം പ്രതിപക്ഷം പറയുന്നത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടെ ചേർന്നിട്ട് ഇതിനകത്തൊരു ഡീൽ ഉണ്ടാക്കി എന്നാണോ പറഞ്ഞു കിട്ടുന്നത്? അല്ല, എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. നേരത്തെ തന്നെ SNC ലാവ്ലിൻ കേസിൽ, സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ, ലൈഫ് മിഷൻ കോഴ കേസിൽ, ഇതിലെല്ലാം ഇവർ തമ്മിലൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കേസിലും ഈ മാസപ്പടി കേസിലും കരുവന്നൂർ EDയുടെ അന്വേഷണത്തിലൊക്കെ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സായാഹ്നം കൂടിയാണ്. ഇവർ തമ്മിൽ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കാനുള്ള വകുപ്പാക്കി ഇതിനെ മാറ്റുമോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഞങ്ങൾ നേരത്തെയുള്ള മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അതിനോട് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം, ഈ ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ട് ROCയുടെ സൈറ്റിൽ ഇപ്പോൾ ഇല്ല. ആ റിപ്പോർട്ട് ഉണ്ട്, പക്ഷേ റിപ്പോർട്ടിന്റെ ഹെഡിങ് ഉണ്ട്, എക്സാലോജിക്കെതിരായ റിപ്പോർട്ട് എന്നുള്ള ഹെഡിങ് ഉണ്ട്, പക്ഷേ അതിലേക്ക് കണ്ടന്റ് ഇല്ല. പക്ഷേ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ആളുകളുടെ കയ്യിൽ കിട്ടിയല്ലോ. നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. നമ്മുടെ എല്ലാവരുടെ കയ്യിൽ കിട്ടി. ഇതിപ്പോൾ രേഖകളിൽ നിന്നും മാറ്റിയിട്ട് കാര്യമുണ്ട്. എനിക്കറിയില്ല, ആയിരിക്കും. അല്ല, ഇത് യഥാർത്ഥത്തിൽ ഇത് ക്രൈമാണ് നടന്നിരിക്കുന്നത്. ക്രൈം അന്വേഷിക്കേണ്ടത് കൺസേൺഡ് ആയിട്ടുള്ള ഏജൻസികളാണ്. ഈ ഏജൻസികൾ സെറ്റിൽ ചെയ്യുമെന്നുള്ള പേടി കൊണ്ടാണ് കോടതിയുടെ ഇത്. അത് നമ്മൾ നിയമപരമായ വശം തേടിയിട്ട് ഞങ്ങളത് പറയും. നിയമപരമായ ഒരു പഠനവും കൂടി നടത്തിയിട്ട് ഏത് കോടതിയുടെ നേതൃത്വത്തിലാണ് ഇത് അന്വേഷിക്കേണ്ടത് എന്ന് പറയും. എവിടെയാണ് ഒഫൻസ് നടന്നത് എന്ന് നോക്കിയിട്ടാണ്. ഒരുപാട് മാസങ്ങളായി ഒരു പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുമ്പായിരുന്നു ഈ പെട്ടെന്ന് ഇതിനെതിരായിട്ട് അന്വേഷണവും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അവർക്കെതിരായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു BJP CPM പോരാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള, അതിലൂടെ ഈ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടിനെ ഒരു സ്പ്ലിറ്റ് ആക്കാനുള്ള ഒരു പരിപാടി ഉണ്ടാവും.
അല്ല അത് നടക്കുന്നുണ്ടല്ലോ, അത് കുറേ നാളുകളായിട്ട് നടക്കുന്നുണ്ട്. നവകേരള സദസ്സ് തന്നെ ഉണ്ടാക്കിയത് അതിന് വേണ്ടിയിട്ടാണ്, പാളിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. താങ്കൾ പറഞ്ഞ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BJPയും CPM തമ്മിൽ ഒരു വലിയ ഫൈറ്റ് നടക്കുന്നു. അതിനാണ് ഗവർണർ മുഖ്യമന്ത്രി നാടകങ്ങൾ ഉണ്ടായത്. അതിനു വേണ്ടിയിട്ടാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പ്രശ്നമാണ് എന്ന് വരുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്, ഇപ്പോൾ സമരം ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം ഈ അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, രാഷ്ട്രീയമായ അജണ്ട. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരള സർക്കാരിനെ വേട്ടയാടുന്നു കേന്ദ്ര ഏജൻസികൾ, മനസ്സിലായില്ലേ? പിണറായി വിജയനെ വേട്ടയാടുന്നു എന്ന് BJP ഗവൺമെൻറ് വേട്ടയാടുന്നു എന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് സെറ്റിൽ ചെയ്യുക. ഈ ഗവർണറെ കൊണ്ട്, ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കാര്യത്തിൽ ഞങ്ങളെടുത്ത നിലപാട് അതുകൊണ്ടല്ല. അവരെ ഏത് സമയത്ത് സെറ്റിൽ ചെയ്യും? ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ്, മനസ്സിലായി? ഇതെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അക്ഷരാർത്ഥത്തിൽ സംഘപരിവാർ ശക്തികളും കേരളത്തിലെ CPM നേതൃത്വവും തമ്മിൽ ഒരു അവിഹിതമായ ബന്ധമുണ്ട്. 3 കേസുകൾ അതിൽ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോൾ കരുവന്നൂരിൽ നോക്കിക്കോ നിങ്ങൾ, കരുവന്നൂരിൽ ബഹളമൊക്കെ ഉണ്ടാക്കുവാണ്. അവസാനം അവിടെ തൃശ്ശൂർ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സെറ്റിൽമെൻറ്റിലേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. ആരോപണം ഉന്നയിക്കുന്നത് ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസ്, വയലാറിയുടെ മകനെതിരെ സമാനമായി കമ്പനി ആക്ടിവിറ്റിയുള്ള കേസ്, അങ്ങനെയൊക്കെ തന്നെ കേന്ദ്ര ഏജൻസി കൊടുത്തത്, അങ്ങനെയൊക്കെ തന്നെ ED അങ്ങനെയൊക്കെ കേസ്. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയ എതിരാളികളെ ഇങ്ങനെ BJP കേന്ദ്ര സർക്കാർ ഇങ്ങനെ വേട്ടയാടുന്നു. AICC കോൺഗ്രസിന്റെ നിലപാടാണ്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ മാത്രം ഇത്തരം കേസ് കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ വരുന്ന രാഷ്ട്രീയപരമായ ആക്രമണത്തെ അങ്ങ് പൂർണ്ണമായി ആ കേന്ദ്ര ഏജൻസിക്ക് ഒപ്പം നിൽക്കുക, മറ്റ് വിഭാഗങ്ങളിൽ മറിച്ചൊരു അഭിപ്രായം. നല്ല മനോഹരമായ ചോദ്യമാണ്. ഞാൻ അതിന് ഉത്തരം പറയാം. നല്ല ചോദ്യമാണ്, താങ്കൾ അഭിനന്ദിക്കും ആ ചോദ്യം ചോദിച്ചേ. ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി. ഈ കേസ് ആദ്യം വന്നത് ഇൻകം ടാക്സ് അതോറിറ്റിയാണ്, ഇൻകം ടാക്സിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഫോം ചെയ്ത ഒരു ട്രൈബ്യൂണലാണ് ഈ വിധി ആദ്യം ഉണ്ടായത്. അവർക്കിത് കണ്ടുപിടിക്കാനുള്ള അധികാരമുണ്ട്. രണ്ടാമത് ഇത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ പരാതി പോയി, കമ്പനി ആക്ട് വയലേറ്റ് ചെയ്തിട്ടുണ്ടാണ്. അപ്പോൾ ഫൈൻഡിങ് വന്നു. 2 ഫൈൻഡിങ്ങും സമാനമായ ഫൈൻഡിങ്ങാണ്, തെളിവുകളുടെ പിൻബലത്തോടു കൂടിയിട്ടുള്ള ഫൈൻഡിങ്ങാണ്. എന്നിട്ട് നമ്മുടെ മുമ്പിൽ ഒരു കേസ് വരികയാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചും ഇത് കേസെടുക്കേണ്ടതാണ് എന്ന് പറയുന്നത്. സെക്ഷൻ 447-ൻ്റെയും കമ്പനീസ് ആക്ടിൻ്റെ 447-ൻ്റെയും 188-ൻ്റെയും വയലേഷൻ ഉണ്ടായെന്ന് പറയാം. അപ്പോൾ അതനുസരിച്ച് കേസെടുക്കാൻ കോമ്പിറ്റൻ്റായ ഏജൻസി CBIയോ EDയോ ഉള്ളൂ നിയമത്തിൽ. ഞങ്ങൾ CBIക്ക് EDക്കും അല്ല എതിര്, അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന്. ഇവിടെ CBIയും EDയും വന്നില്ലല്ലോ, അവരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനാണ് ഞങ്ങളെതിര്. രാഷ്ട്രീയ എതിരാളികളുടെ കഥ കഴിക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നതിനാണ് എതിര്, ഏജൻസികൾക്കല്ല എതിര്. ഇപ്പോഴും ജനങ്ങൾ CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോകുന്നില്ല. അപ്പോൾ CBI ഒരു കേസിൽ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഈ കേസിലെ പ്രതികൾ രക്ഷപ്പെടും. വേറെ ഒരു ഏജൻസി ഇല്ല. നിയമപ്രകാരമുള്ള കോമ്പിറ്റൻ്റ് ഏജൻസി CBIയും EDയും തന്നെയാണ്. അവർ മിസ്യൂസ് ചെയ്താൽ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കും, സർക്കാരിൻ്റെ കൂടെ നിൽക്കും. കേന്ദ്ര സർക്കാർ പിണറായി വിജയനെയോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെയോ നിയമവിരുദ്ധമായി തെറ്റായ വഴിയിൽ കൂടി കൊണ്ടുപോയി അവർക്കെതിരായിട്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചാൽ ഞങ്ങൾ അവരെ കൂടെ നിൽക്കും. തോമസ് ഐസക്കിൻ്റെ കേസ് വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? തോമസ് ഐസക്കിൻ്റെ കേസ് വന്നപ്പോൾ എൻ്റെ നിലപാട് വേറെയായിരുന്നു. ED അന്വേഷിക്കേണ്ട ഒരു കേസല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ED അന്വേഷിക്കേണ്ട ഒരു കേസല്ല, EDയുടെ പ്രൊവിഷൻ്റെ അകത്ത് വരില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് അന്ന് തോമസ് ഐസക്കും ഞാനും തമ്മിൽ നിരന്തരമായി ഡിബേറ്റ് നടക്കുന്ന ആളാണ്. ഈ വിഷയത്തിലും ഡിബേറ്റ് നടന്നിട്ടുണ്ട്. ഈ ഇവിടെ പോയി പണം മേടിച്ചതിൽ. പക്ഷെ അവിടെ ED അന്വേഷിക്കാൻ വന്നപ്പോൾ അത് ED അന്വേഷണം നിൽക്കില്ല എന്നാണ് പറഞ്ഞത്. കോടതിയും ആ സ്റ്റാൻഡ് എടുത്ത് പിന്നീട് നിയമപരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഈ കേസിൽ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ഏതെങ്കിലും കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കണം. കാരണം അവരവരുടെ അധികാരം മിസ്യൂസ് ചെയ്യുകയും ചെയ്യരുത്, അവർ സെറ്റിൽ ചെയ്യുകയും ചെയ്യരുത്. CBIയെക്കുറിച്ചും EDയെക്കുറിച്ചുള്ള ഞങ്ങളുടെ കംപ്ലയിൻറ്റ് 2 രീതിയിലാണ്. ഒന്ന്, അവർ അധികാരം ചില സമയത്ത് മിസ്യൂസ് ചെയ്യും.
ചിലപ്പോൾ അധികാര വർഗം ആവശ്യപ്പെട്ടനുസരിച്ച് അവർ സെറ്റിൽമെൻറ്റ് നടത്തും. രണ്ടിനും ഞങ്ങളെതിരാ. കേരളത്തിൽ നടക്കുന്ന സെറ്റിൽമെൻറ്റാണ്. അതാണ് കേരളത്തിൽ വരുമ്പോൾ ഞങ്ങൾ അഭിപ്രായം മാറുന്നത്. ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞു പാലക്കാട് ഒരു വില്ലേജ് അസിസ്റ്റൻറ്റിനെ വിജിലൻസ് പിടിച്ചു. 1.25 കോടി രൂപ ഇയാളുടെ ലോഡ്ജിലെ ഇടയ്ക്കയുടെ ഉള്ളിൽ നിന്ന് പിടിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട്, വില്ലേജ് ഓഫീസറോട് ചോദിച്ചു, നിങ്ങളറിയാതെ നിങ്ങളുടെ ഓഫീസിൽ 1.25 കോടി രൂപ കൈക്കൂലി മേടിക്കുമോ ആരെങ്കിലും? നല്ല ചോദ്യമാണ്. ഞാനതിനെ സ്വാഗതം ചെയ്തു. അതേ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 1ാമത്തെ സ്ഥാനത്തിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി 100 ദിവസം ജയിലിൽ കിടന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ. മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? 2ാമത് ലൈഫ് മിഷൻ ചെയർമാൻ മുഖ്യമന്ത്രിയായ ലൈഫ് മിഷൻ കോഴ കേസിൽ വീണ്ടും അദ്ദേഹം ജയിലിൽ പോയി. മുഖ്യമന്ത്രി അറിഞ്ഞില്ല. മുഖ്യമന്ത്രിയിലേക്ക് വന്നില്ലല്ലോ അന്വേഷണം. SNC ലാബിൽ എന്താ നടക്കുന്നത്? 138 പ്രാവശ്യമാണ് CBI വക്കീൽ ഹാജരാകാതെ. CBI കൊടുത്ത പെറ്റീഷൻ, CBI വക്കീൽ കോടതി പോവില്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വക്കീലും കോടതി പോവില്ല. ഇവർ തമ്മിൽ ധാരണയാണ്. ആർക്കറിയാൻ പാടില്ലാത്ത? അപ്പോൾ ഇതിലതിൽ ധാരണ വരാൻ പാടില്ല. ഇത് അന്വേഷിക്കാൻ വിജിലൻസിന് ഇത് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറയുള്ളൂ. ഇത് വിജിലൻസ് കോമ്പിറ്റൻ്റ് അതോറിറ്റി അല്ല. ഈ 2 ഏജൻസിക്ക് ഇന്ത്യയിൽ ഈ കേസ് അന്വേഷിക്കാൻ പറ്റുള്ളൂ. 2 സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ് ആണ്. അപ്പോഴും അത് അന്വേഷിക്കാതെ കേന്ദ്ര ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? വീണ്ടും കോർപ്പറേറ്റ് മന്ത്രാലയം ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് രൂപീകരിച്ച ആ അതോറിറ്റിയേക്കാളും രജിസ്ട്രാർ ഓഫ് കമ്പനി എന്നുള്ള സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയേക്കാളും വലുതാണോ കോർപ്പറേറ്റ് മന്ത്രാലയം? അപ്പം ധാരണയുണ്ട്. അതെ, ആ വ്യത്യാസം പറയാം. ROC ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്, ഫൈൻഡിങ് ആണ്. അവർക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് പവേഴ്സ് ഇല്ല. കമ്പനീസ് ആക്ടിൽ വേറെ ഇൻവെസ്റ്റിഗേഷൻ വേറെ, എൻക്വയറി വേറെ. ഇത് ഒരു കമ്പനീസ് ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് വേറെ ഏജൻസിയാണ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് പവേഴ്സ് ഉള്ള ഏജൻസിയാണ്. അപ്പോൾ അത് ഇവർക്ക് ഈ ശിക്ഷ വിധിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞത് ROCക്ക് ഒരു കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. 447, 448 അനുസരിച്ച് ഇവർ കുറ്റക്കാരാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കോടതിയിൽ, ഒരു ട്രയൽ കോർട്ടിൽ, ED കോർട്ടിലോ CBI കോർട്ടിലോ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ ROCക്ക് പറ്റില്ല. കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ കോമ്പിറ്റൻ്റ് ആയ ഏജൻസി അന്വേഷണം നടത്തിയിട്ട് കൊടുക്കാൻ പറ്റും. അതാ വ്യത്യാസം. ROC റിപ്പോർട്ട് ശരിയാണെങ്കിൽ എന്തുകൊണ്ട് CMRNന് ഇമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് എന്ന ചോദ്യമാണ്. എന്തിന് ഇമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുന്നത്? കമ്പനിയുടെ നടപടി, കമ്പനി അഴിമതി കാട്ടിയിട്ടില്ല എന്ന് കൊടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ആര് ഇമ്മ്യൂണിറ്റി കൊടുത്തെന്ന്? ROC അതിൽ ഈ റിപ്പോർട്ടിലില്ല. റിപ്പോർട്ടിലൊന്നും ഞങ്ങളാരും കണ്ടില്ല. ഇത് ക്ലീഷേ ഉള്ള ഉത്തരവല്ലേ? സ്ഥിരമായിട്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അഴിമതി ആരോപണം വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന ഒരു സംഭവമല്ല. പ്രധാനമന്ത്രി നിരന്തരമായി കേരളത്തിൽ വരുന്നു. ഇപ്പോൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് BJP ഒരു സീറ്റ് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ നിരന്തരമായ ശ്രമങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ അദ്ദേഹം ഇത് 2ാമതാണ് അടുപ്പിച്ചെടുത്ത് അദ്ദേഹം വരുന്നത്. അപ്പോൾ അങ്ങ് പറയുന്നത് ഈ കരുവന്നൂർ അവിടെ നടക്കുന്ന ഇപ്പോഴത്തെ അന്വേഷണം ഈ തൃശ്ശൂരുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു സെറ്റിൽമെന്റ് ആണെന്നാണ് അങ്ങ് പറയുന്നത്. അത് അങ്ങ് ഉത്തരവാദിത്വത്തോടുകൂടി തന്നെയാണ്? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ കരുവന്നൂരിലെ അന്വേഷണം വളരെ ശക്തമായ സമയത്ത് നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതെങ്ങനെയാണ് അവസാനിക്കാൻ പോകണമെന്ന് നോക്കണം. ഇത് അവസാനിക്കുന്നില്ലല്ലോ. അതിങ്ങനെ പോവല്ലേ, അത് അവസാനിക്കില്ലല്ലോ. നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ EDയുടെയും CBIയുടെയും അന്വേഷണം വേണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. എന്നാൽ അത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിലേക്ക് ചുരുക്കുന്നത് BJPയും CPMും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ തെളിവാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു.